Hi, how are you today in Ras Al Khaimah for Rams? See the view, see and see the cloud. Yes. Today, And do you want to tell your name? My name is Muhammad. I'm from Ras Al Khaimah. Okay. This is my home. Nice. See, Okay, very nice. this is my home, Okay. and this see the view Okay. after this beach. Inshallah. Nice to meet you, my friend. Nice to meet you, Ahmed. Thank you very much. Thank you very much. Thank you very much. هلا خلاص ان شاء الله. السلام عليكم. പാട്ട് പാടിയാലോ? ഏതാ പാടാ? ഉള്ളിൽ നിന്ന് അബ്ദുള്ളാനെ കണ്ട് പൊളിക്കും. പൊളി तो मैं कुछ नहीं दुनिया से और तुम ही नहीं, तो मैं जीना नहीं चाहूँ दुनिया में और नजरों में मेरे एक जहाँ है और मैं बसाते और वहाँ कोई പിന്നെന്താ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് കുറച്ച് സാധനങ്ങൾ ചെയ്തില്ലേ, അത് കുറച്ച് നമ്മള് ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു പുള്ളി പറയാ മറ്റോല്ലേ മനസ്സിലായി. പുള്ളി പറയാ അത് നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ മറന്നു എൻഡിലെത്തുമ്പോ ഫസ്റ്റത്തെ കാര്യം മറന്നു. പിന്നെ ഇപ്പത്തെ ഒക്കെ ഒരു വെച്ചാൽ വെറും 30 സെക്കൻഡിന്റെ ഒരു ടൈം സ്പാന് ആൾക്കാർ കൊടുക്കണുള്ളൂ ഒരു സാധനത്തിന്. അപ്പൊ അടുത്ത വേണം, പിന്നെ അടുത്ത വേണം. അപ്പൊ ഒരു സാധനത്തിൽ തന്നെ വലിച്ച കാര്യ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മള് ഫസ്റ്റ് പറഞ്ഞ എന്താ വെച്ചാ നാർസിസ്റ്റിക് പേഴ്സന്റെ ട്രേറ്റ്സ് പറഞ്ഞു. ആ ട്രേറ്റ്സ് കുറെ ട്രേറ്റ്സുകൾ ഉണ്ട്. അവര് എമ്പതി ഉണ്ടാവില്ല, അതേപോലെ പല പല കാര്യങ്ങൾ എമ്പതി, പിന്നെ അവർക്ക് പല കാര്യങ്ങളുണ്ട്. അവർക്ക് അവരുടെ സെൽഫ് ഇമേജും സെൽഫ് അഡ്മിറേഷനും കാര്യങ്ങൾ മാത്രമേ അവര് ഫോക്കസ് ചെയ്യുള്ളൂ. മറ്റുള്ളവരുടെ ഒന്നും അറിയണ്ട. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാത്രം ആര് പറഞ്ഞാലും അവർ വില വെക്കൂല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. ഇതാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. പിന്നെ ദേന്റെ പോലത്തെ ട്രേറ്റ്സ് കുറെ ഉണ്ട്. നമുക്ക് അവർക്ക് ഭയങ്കര അവരുടെ സ്വന്തം കാര്യത്തിൽ ഭയങ്കര വിശ്വാസമാവും, അവരിൽ തന്നെ ഭയങ്കര ബിലീഫ് കാര്യങ്ങളൊക്കെ. ഇതാണ് മൊത്തത്തിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. പിന്നെ നമ്മൾ പറഞ്ഞെന്താ വെച്ചാൽ ഈ ട്രേറ്റ്സ് കുറേ ട്രേറ്റ്സ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് കുറേ ഉണ്ട്. അത് ഒരാളിൽ തന്നെ ഒരുപാട് ട്രേറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ, കുറേ ട്രേറ്റ്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് നമുക്ക് കണക്കാക്കാമെന്ന്. ലൈക്ക് പക്ഷേ ADHD പോലത്തെ ന്യൂറോ ലെവലുള്ള അല്ല, പക്ഷെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് കണക്കാക്കുക, ഒരു പാറ്റേണിലുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ മൊത്തത്തിൽ പറഞ്ഞത്. ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാള്, പിന്നെ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾ എങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യും, റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് അവര് ബിഹേവ് ചെയ്യാന്നുള്ളത്. എല്ലാവരും വിചാരിക്കും ഒരു നാർസിസ്റ്റിക് ട്രേറ്റ് ഉണ്ട്, അതൊരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അതെ. അപ്പൊ അങ്ങനെയല്ല, കാരണം ട്രേറ്റ്സ് എന്ന് പറഞ്ഞത് കുറെ ട്രേറ്റ്സുകൾ ഉണ്ട്. ഈ ട്രേറ്റ്സ് തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസിൽ വരുന്ന ട്രേറ്റ്സ് പലതും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ വരുന്ന ആൾക്ക് ഉണ്ടാവാം. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്ന സ്റ്റീവ് ജോബ്സ്, അങ്ങനെ കുറെ വ്യക്തി അവർക്കൊക്കെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ട്. എന്ന് വെച്ചിട്ട് അവർ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. ലൈക്ക് അത് ഈ ഡിസോർഡറും ഈ പേഴ്സണാലിറ്റി ട്രേറ്റ്സും ഡിസോർഡറും ഒരു തിൻ ലൈനാണ്. അത് ആർക്കും വേണമെങ്കിൽ എങ്ങനെ എടുക്കാം. അതുകൊണ്ട് തന്നെ പല രീതിയിൽ അത് മാനിപ്പുലേറ്റ് ആവുന്നുണ്ട്. കാരണം 2-3 ട്രേറ്റ് ഉള്ള ആളിനെ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഇതാക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് മൊത്തത്തിൽ നമ്മൾ അന്ന് പറഞ്ഞത് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി. പിന്നെ ഇവരുടെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഒരാൾ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾ എങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ ബിഹേവ് ചെയ്യുക എന്നുള്ളത്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഒരാളിനെ എന്ത് ചെയ്യും, ലവ് ബോംബ് ചെയ്യും. അവര് ലവ് ബോംബ് ഇൻ ദ സെൻസ് നല്ല രീതിയിൽ സ്നേഹിക്കും. ഫസ്റ്റ് ഭയങ്കര ഫുൾ സ്നേഹം കൊടുത്ത് അവരെ റെഡി ആക്കി എടുക്കും. അതിന് ശേഷം അത് അവർ വിഡ്രോ ചെയ്യും. ആ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ആൾക്ക് ഭയങ്കര ഒരു ഇത് വരും. അപ്പൊ അവരെ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ
മാനിപ്പുലേറ്റ് ചെയ്യും. പിന്നെ എന്തൊരു പ്രശ്നം നടന്നാലും അത് എന്റെ പ്രശ്നമല്ല, നിങ്ങളുടെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ബ്ലെയിം ചെയ്യും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവരെന്ത് ചെയ്യും, ആ ഒരു ഇതാവും. അപ്പൊ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളിനായിട്ട് റിലേഷൻഷിപ്പ് ഒക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ട് പറഞ്ഞത് തന്നെ ആളെ ലീവ് ചെയ്യുക എന്നുള്ളതാണ്. അല്ല എങ്കിൽ ആളെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളെ പറഞ്ഞിട്ട് അത് ശരിയാക്കി എടുക്കാൻ പറ്റും. ആള് സ്വന്തമായിട്ട് അല്ലാത്തതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ആള് സ്വന്തമായിട്ട് തീരുമാനിച്ച ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മാറാൻ പറ്റും. ഇങ്ങനെയാണ് ഇത് വരുന്നത്. പിന്നെ ഇതിന്റെ കുറച്ച് ന്യൂആൻസസ് പറഞ്ഞു നമ്മള്. ന്യൂആൻസസ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിൽ വരുമ്പോ ഇത് വേറൊരു അറ്റാച്ച്മെന്റ് സ്റ്റൈലുമായിട്ട് ഭയങ്കര ലിങ്കാണ്. ആ അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാർ ബിഹേവ് ചെയ്യണത് ചിലപ്പോൾ നാർസിസ്റ്റിക് ആയിട്ട് തോന്നിയേക്കാം. അപ്പോൾ നമ്മൾ ഈസിലി കൺഫ്യൂസ് ആവും. ബിക്കോസ് ഇവരുടെ സബ്ജക്റ്റീവ് ഇൻസൈഡ് വെച്ചിട്ടായിരിക്കും ഇവർ ബിഹേവ് ചെയ്യണത് ഓരോ കാര്യങ്ങൾ. പക്ഷെ ഇൻസൈഡ് നാർസിസ്റ്റിക് പേഴ്സണാണ് ഇൻസൈഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ്, അല്ലെങ്കിൽ അവർക്ക് കൺട്രോളാണ് വേണ്ടത്. മെയിൻലി അവർക്ക് സെൽഫ് അഡ്മിറേഷൻ കൂട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരുടെ സ്നേഹം കിട്ടണമെങ്കിൽ അവർ മാനിപ്പുലേറ്റ് ചെയ്ത് അതിനെ കിട്ടാൻ നോക്കും. മറ്റവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിയർ ഓഫ് ലൂസിങ് അല്ലെങ്കിൽ അബാൻഡൻമെന്റിന്റെ ഫിയർ കൊണ്ടാണ് അവർ ലൈക്ക് ലവ് ആഗ്രഹിക്കുന്നത്. ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ മെയിൻ ആയിട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിപ്പോ പറഞ്ഞ കാര്യം തന്നെ. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പല ആൾക്കാരും ഇപ്പൊ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും, എനിക്ക് ഇന്ന ആൾക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് പറയും. പക്ഷേ ഈ ലൈക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റഡീസും അല്ലെങ്കിൽ അങ്ങനത്തെ റിസർച്ച് ഒക്കെ പറഞ്ഞാൽ എന്താ വെച്ചാൽ റിലേഷൻഷിപ്പുള്ള ആൾക്ക് മാത്രമാണ് അങ്ങനെ തോന്നണമെങ്കിൽ, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പുള്ള ഒരാൾക്ക് മാത്രമാണ് തോന്നുന്നത് ഇന്ന ആൾക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ അത് മോസ്റ്റ്ലി എന്താവും, അതൊരു അറ്റാച്ച്മെന്റ് സ്റ്റൈലിൻ്റെതായിട്ടുള്ള പ്രശ്നമാകും. കാരണം ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളെ എന്ത് ചെയ്യും, എല്ലാവർക്കും ആള് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്നുള്ള എല്ലാവർക്കും മനസ്സിലാവും. ഓൾമോസ്റ്റ് അത് ഒരാൾക്കും അങ്ങനെ മനസ്സിലാവണില്ല. ആൾക്ക് ട്രേറ്റ്സ് ഉണ്ടാവും. യെസ്, ട്രേറ്റ്സ് ഉള്ളത് ഇപ്പോൾ നല്ലൊരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി നല്ല രീതിക്ക് ഒരു ഇത് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും ഈ ആൾക്ക് ട്രേറ്റ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ അതല്ലാണ്ട് നോർമൽ ഒരാളോട് ചോദിക്കുക ഇയാൾ എങ്ങനെ ആളെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നാൽ കുഴപ്പമില്ലല്ലോ നല്ല ആളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആൾക്ക് കൂടുതലും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആവില്ല ഉണ്ടാവുക. പക്ഷെ ആൾക്ക് എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ പ്രോബ്ലംസ് ആവും ഉണ്ടാവുക. അതുകൊണ്ട് എന്താ വെച്ചാൽ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ആരെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ ഇന്ന ആൾക്ക് നാർസിസ്റ്റിക്, എനിക്ക് വേറെ ആൾക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ ഞാനാണ് ആളെ മനസ്സിലാക്കിയിട്ടുള്ളൂ, എനിക്ക് കറക്റ്റ് അറിയാം ആൾക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതലും ആൾക്ക് എന്ത് ചെയ്യില്ല, ആൾക്ക് ഈ പറഞ്ഞ പോലെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ആവും. അപ്പൊ അങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് ഇപ്പൊ പറഞ്ഞത്, ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. അതേപോലെ തന്നെ സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ട്. പിന്നെ വേറെ ഏതോ 2 കൂടി, മൊത്തം 4 അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ട്. അങ്ങനെ ഒരു മൊത്തം 3-4 അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ട്. അതിലിപ്പോൾ ഞങ്ങൾ മെയിൻ ആയിട്ട് അന്ന് സംസാരിച്ചത് എന്താ വെച്ചാൽ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ്. അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്ക് ആളുടെ ബിഹേവിയർ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരാളുടെ ബിഹേവിയർ ആയിട്ട് ഭയങ്കര സാമ്യമാണ്. ആ 80 ഇപ്പോൾ ഒരു ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്ക് കുറച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റീസും കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു 80 to 90% ഓഫ് ദ കേസിലും ആൾക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് ഒരു പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് കണ്ടാൽ അങ്ങനെ തോന്നുന്നു. ChatGPT പറഞ്ഞതാണ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര റെയറാ. അത് 1 to 6% റിസർച്ച് പേപ്പറിൽ തന്നെ 1 to 6% ആണ് എൻ്റയർ പോപ്പുലേഷനിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ. അത്ര ഒരു റെയർ കേസാണ് അത്. പക്ഷെ അതിനെ നല്ല രീതിക്ക് എക്സ്പ്ലോയിറ്റഡ് ആവുകയാണ്. പാറ്റേൺ ഓഫ് തിങ്കിങ് മാറാണ് ഒരാളുടെ. അപ്പൊ ആ ഒരു ടൈമിൽ മാത്രമാണ് അത്ര റെയർ ആയിട്ടുള്ള കാര്യത്തിന് ഇപ്പോ നോർമലൈസ് ചെയ്ത് ഇപ്പൊ എന്ത് കണ്ടാലും നാർസിസ്റ്റിക് ബിഹേവിയർ ആണെന്നുള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ് നാർസിസ്റ്റിക്. അപ്പൊ അത് ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു കാരണമായിട്ട് മാറിയിരിക്കണം ഇപ്പൊ എന്ത് ലൈക്ക് ഇത് ഈ ഒരു സംഭവം. കാരണം വെച്ചാൽ ആൾക്കാർക്ക് 2-3 ട്രേറ്റ്സ് ഉണ്ടാവും. പക്ഷെ ഈ ട്രേറ്റ്സ് വെച്ചിട്ട് അവർ റിലേഷൻ ലൈക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അതാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നു. അതിനുശേഷം അതിന്റെ സൊല്യൂഷൻ തന്നെ അവരെ ലീവ് ചെയ്യാനാക്കുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ ആ ലീവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ സെൽഫായിട്ട് തന്നെ ഒരു കാരണം കണ്ടുപിടിക്കണ ഒരു അവസ്ഥ ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ. അവോയ്ഡന്റ് പറഞ്ഞു. അതെ ലൈക്ക് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്താണെന്നും കൂടി വേണമെങ്കിൽ പറയാം. അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് വെച്ചാൽ അവർക്ക് ഒരു തരത്തിലും സംസാരിച്ച് തീർക്കണം എന്നുള്ളൊരു ഇതില്ല. ബിക്കോസ് സംസാരിച്ച് തീർക്കുമ്പോൾ അവർക്ക് ഉള്ളിലുള്ള ഫിയർ എന്തോ ആക്ടിവേറ്റ് ആവും. അപ്പൊ അവർക്ക് എപ്പോഴും സംസാരിക്കണം അല്ലെങ്കിൽ കൺഫ്രണ്ട് ചെയ്യണത് ഇഷ്ടമല്ല. ആ ഒരു അവോയ്ഡ് ഇപ്പൊ ആൻഷ്യസ് ആൾക്കാർക്ക് സംസാരിക്കണം എന്നായിരിക്കും എപ്പോഴും. ആ ഒരു കാര്യം എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ അത് നമുക്ക് അതിനെ പറ്റി സംസാരിക്കണം, അതിനായിട്ട് ക്ലിയർ ചെയ്യണ്ടേ. പക്ഷെ ഒരു ആൻഷ്യസ് ഉള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, അത് അവോയ്ഡ് ഉള്ള ആൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് അത് കഴിഞ്ഞതല്ലേ, അത് ഇനിയിപ്പോ എന്തിനാ നമ്മൾ സംസാരിക്കണം, അത് കഴിഞ്ഞ് അത് വിട്, ഇനിയിപ്പോ അതിനെ പറ്റി സംസാരിക്കണ്ട എന്ന് പറയാണ്. പക്ഷെ ഇത് ഈ 2 അറ്റാച്ച്മെന്റ് സ്റ്റൈലും എന്താണ് പ്രശ്നമുള്ളത് തന്നെയാണ്. അത് ഈ 2 അറ്റാച്ച്മെന്റ് സ്റ്റൈലും ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് തെറാപ്പിയോ അല്ലെങ്കിൽ ഏതോ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കണം. നമുക്ക് ഇന്നൊരു
സംഭവം ഉണ്ട് എന്നുള്ള മനസ്സിലാക്കി പിന്നെ നമുക്ക് കൂടുതൽ നമുക്ക് അറ്റ്ലീസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 2 അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതും. പിന്നെ പോസിറ്റീവ് തിങ്കിങ് ഇപ്പൊ കുറഞ്ഞു വരാണെന്നോ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളെല്ലാ സ്ഥലത്തുനിന്നും നെഗറ്റീവ് ഇൻഫർമേഷൻ മാത്രം എടുക്കണോണ്ട് എല്ലാവരുടെ മൈൻഡ് സെറ്റ് നെഗറ്റീവ് ആവാൻ ഒരു അവസ്ഥ ഉണ്ട്. അതിന് പറ്റിയിട്ട് ഒരു വമ്പ ഒരു മെയിൻ സാധനം പറഞ്ഞ എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല. ഒബ്വിയസ്ലി നമുക്ക് പൈസ ഇല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കണത്. അപ്പൊ ആ സമയത്ത് അപ്പുറത്തുള്ള ഒരാൾ ഭയങ്കര ജങ്ക് ഫുഡ് കാര്യങ്ങൾ കഴിക്കുകയാണ്, നല്ലൊരു പൈസ ഉള്ള ആളാണ്. അപ്പൊ നമുക്ക് ആ ഒരു കാര്യത്തിൽ നമുക്ക് എങ്ങനെ ചിന്തിക്കാം, ആള് വമ്പം പൈസ വമ്പം മെയിനാണ്, ഞാനൊക്കെ ഇവിടെ പൈസ ഇല്ലാണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് എന്ന് ചിന്തിക്കാം. അതൊരു ചിന്ത. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ചിന്ത എന്താന്ന് വെച്ചാല്, എന്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് എന്തായി എനിക്ക് നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കാം. മറ്റാൾ ചിലപ്പോ ഈ ബർഗറും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഇങ്ങനെ ആവും. പക്ഷെ ഈ ഒരാൾ എന്ത് ചെയ്യണ്ട, ആളെടുത്ത് അതുള്ളതുകൊണ്ട് ആളെന്ത് ചെയ്യാണ് ഇതാകും. പക്ഷെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് 2 രീതി എടുക്കാം, പോസിറ്റീവായിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ നാളെ ആൾക്ക് പൈസ വന്നാലും ആളെന്ത് ചെയ്യുള്ളൂ, ആ ഒരു രീതിയിലെ കാണുള്ള കാര്യങ്ങളെ. പക്ഷെ ഇത് നെഗറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ആ രീതിയിലെ നെഗറ്റീവായിട്ട് പോകുള്ളൂ. എന്താണ് നമ്മൾ പറഞ്ഞ വെച്ചാൽ എപ്പിക്ടീറ്റേഴ്സ് ഒക്കെ പറഞ്ഞ സെയിം കാര്യമാണ്. അതായത് ഒരു സിറ്റുവേഷൻ 2 ഹാൻഡിൽ ഉണ്ട്. അത് നമുക്ക് ഏത് ഹാൻഡിലാണ് പിടിച്ചാൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് പിടിക്കാൻ പറ്റണം, അതിൽ പിടിക്കണം. അപ്പൊ എന്ത് സിറ്റുവേഷൻ ആയാലും 2 പെർസ്പെക്റ്റീവ് എടുക്കാം. അതിന്റെ മോളിക്കുള്ള പെർസ്പെക്റ്റീവ് ഉണ്ട്. പക്ഷെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു പർപ്പസ് ഉള്ള പോലെ ഒരു അർത്ഥമുള്ള പോലെ തോന്നും. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നോക്കിയാലും എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, മറ്റൊരു ജീവിതം എന്തോ അപ്പുറമായി, പിന്നെ മാത്രമല്ല എന്റെ ജീവിതം എന്ത് രസമാണ്, നമ്മുടെ ജീവിതം കോളായി. ഈ ഒരു പെർസ്പെക്റ്റീവ് മാത്രമേ വരുള്ളൂ. ഭയങ്കര ഒരു തന്നെയാണ് സത്യം. അപ്പോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്. മെയിൻ ആയിട്ട് ഇപ്പൊ പ്രശ്നം എന്താ പറ്റണേ, കമ്പാറ്റബിലിറ്റിയുടെ ഒരു ഇഷ്യൂ എപ്പോഴും ഉണ്ടല്ലേ. കമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ ശരിക്ക് ഇപ്പൊ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് ഇൻഫ്ലുവൻസ് ആവണുണ്ട്. പക്ഷെ മെയിനായിട്ട് കമ്പാറ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ കണക്ട് ആയി കഴിഞ്ഞാൽ തന്നെ ഈ പകുതി മുക്കാല് പ്രശ്നങ്ങൾ മാറുന്നതാണ്. ശരി അല്ല, അതാണ് ഈ ഭയങ്കര ഒരു ഇതാണ് അത്. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മൾ പറയുമല്ലോ കമ്പാറ്റബിലിറ്റി, സത്യത്തിൽ അങ്ങനെ അതൊരു ഐഡിയൽ കേസ് ആണോ എനിക്ക് തോന്നുന്നു. ഇടയ്ക്ക് നമ്മൾ ഈ ഫിസിക്സിൽ ഡെറിവേഷൻ ചെയ്യണ ഐഡിയൽ കേസ് ഇടൂലേ. കാരണം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ലൈക്ക് നമ്മളെന്ത് ചെയ്യണം, അത് അങ്ങോട്ട് ആക്കി എടുക്കലാണോ എന്നുള്ളതാണ്. പിന്നെ ചില കേസുകളിൽ നമുക്ക് ഒരിക്കലും ലൈക്ക് ഭയങ്കര കൾച്ചറലി ഭയങ്കര വ്യത്യാസങ്ങളും അല്ലെങ്കിൽ പല രീതിയിലുള്ള ചേഞ്ചസ് വരികയാണെങ്കിൽ നമുക്ക് വർക്ക് കൂടും, അത്രേ ഉള്ളൂ. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല എന്ന് നമുക്ക് പറയാൻ വയ്യ. പക്ഷെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ചിലപ്പോൾ ഒരു ആയുഷ്കാലം മൊത്തം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ അങ്ങനൊക്കെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള 2 പേരാണെങ്കിൽ അവർക്ക് എന്ത് വലിയ പ്രശ്നമാണെങ്കിലും പ്രശ്നമില്ല. സത്യമാണ്. കാരണം അത് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ അത് കാരണം അവരെ വിട്ടു പോകണ്ടെന്നുള്ള ചിന്ത വരികയാണെങ്കിൽ ലൈക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഒന്നൊരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനത്തെ ആൾക്കാരെ കണ്ടുപിടിക്കലാണ് കളി. ലൈക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് അല്ല അതിനകത്തും വരണമെന്ന് വെച്ചാൽ അവസാനം ക്വിറ്റിംഗ് മെന്റാലിറ്റിയിലേക്ക് വന്നത്. പക്ഷെ എന്തായാലും ഇപ്പൊ കുറെ ഒക്കെ ഇപ്പൊ ഈ ആലോചിച്ച് ഈ ഡേറ്റിംഗ് വെബ്സൈറ്റിൽ കൂടെ ഒക്കെ അല്ല ആൾക്കാർ ഇങ്ങനെ കണ്ടുപിടിക്കണം, അങ്ങനെയല്ല. അപ്പൊ ഈ ഡേറ്റിംഗ് വെബ്സൈറ്റ് ലൈക്ക് ഇപ്പോഴത്തെ ഡേറ്റിംഗ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും അങ്ങോട്ട് ലൈക്ക് നമുക്ക് ബുക്ക് ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ പോലെ എല്ലാം കവർ വെച്ചിട്ടല്ലേ മറ്റേ ഏജിലും ഇപ്പോഴത്തെ ഡേറ്റിംഗ് ആപ്സ് അവിടെ എത്തിയിട്ടില്ല എന്നാണ്. ബിക്കോസ് ഒക്കെ വന്ന് എന്നിട്ടും ആ ഒരു ഏജിലേക്ക് ആ ഡേറ്റിംഗ് ആപ്സിന്റെ സംഭവം അങ്ങോട്ട് മാറി. ശരിയല്ല, ഈ ആലോചിച്ചോക്കടാ, അതിൽ കാണുന്നത് തന്നെ വെറും ലൈക്ക് ഫോട്ടോ, ലൈക്ക് വെറും ഇത് മാത്രമല്ലേ കാണുള്ളൂ, ഫോട്ടോ. പിന്നെ അവരെ പറ്റി എഴുതി വെച്ച കുറച്ച് കാര്യങ്ങൾ അത് തള്ളു. അല്ല അത് ഒബ്വിയസ്ലി തള്ളാവും. എങ്ങനെയല്ല ഇത് കറക്റ്റ് ഒന്ന് നോക്കണം. അത് അതിനായിട്ട് ഞാൻ സത്യത്തിൽ കയറി നോക്കിയിട്ടില്ല അതിലൊന്നും ഈ ഐറ്റംസ്. പക്ഷെ എങ്ങനെയാണാവല്ലേ സംഭവം പ്രൊമോട്ട് ചെയ്യണം അല്ലേ. അന്ന് നമ്മൾ ഒരു പ്രാവശ്യം പൂനെ പോയപ്പോ ചെക്കന്മാരെല്ലാരും കൂടി ഒന്ന് ട്രൈ ചെയ്യണ്ടായിരുന്നല്ലേ. ടിൻഡറാന്ന് തോന്നുന്നുണ്ട്. വേറെ ആരോ ട്രൈ ചെയ്യണ്ട വെറുതെ. പക്ഷെ അന്ന് ആയൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഞങ്ങളല്ലാട്ടാ വേറെ ആരോ നമ്മളല്ലാട്ടാ. പക്ഷെ അതിലെന്താ ഇങ്ങനെ ലൈക്ക് സ്വൈപ്പ് ചെയ്ത് വിടാ. കാരണം സുഖമായിട്ട് നമുക്കപ്പം എന്ത് ചെയ്യും, ഓക്കെ. പക്ഷെ ഈ ആലോചിക്കുക അത് കാണുന്നത് ഇപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടാവും ചിലപ്പോ അല്ലെ ആലോചിച്ചോക്കില്ലേ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ ഓക്കെ നല്ല രസമുള്ളത്. പിന്നെയാണ് നമ്മളാ അല്ല നമ്മള് പറഞ്ഞ വെച്ചാൽ നമുക്ക് ആ ഒരു മൈൻഡ് ആയിരിക്കില്ല. ഇപ്പൊ ചിലവർക്ക് ഡേറ്റ് കൾച്ചർ ഉണ്ട്. അതായത് ഇവിടെ 2 ഡേറ്റിൽ പോയാലാണ് എന്ത് ചെയ്യാൻ പറ്റില്ല, 2-3 ഡേറ്റ് കഴിഞ്ഞാലാണ്. യുകെയിലൊക്കെ അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ ബാംഗ്ലൂർ അങ്ങനത്തെ ഉള്ള ഏരിയയിലായാലും ഈ സെയിം സാധനം ഉണ്ട്. പക്ഷെ കുറെ ആൾക്കാർ അത് ഇല്ലാത്ത അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീപ്പർ കണക്ഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ചില കമ്മ്യൂണിറ്റീസ് ഉണ്ട്,
ചില കമ്മ്യൂണിറ്റീസ് ഉണ്ടാ, കാരണം നമുക്ക് ആ ഒരു വൈബിനോട് താല്പര്യമില്ല, എന്തിങ്ങനെ പോയി മനസ്സിലായി? അല്ല ഞാൻ പറഞ്ഞാ ചില കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ആ കമ്മ്യൂണിറ്റീസിന്റെ അകത്ത് നിന്ന് പരിചയപ്പെട്ട ആൾക്കാർ ലോകത്തിന്റെ അങ്ങും ആയിരിക്കും, പക്ഷെ ആ കമ്മ്യൂണിറ്റിയിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ പരിചയപ്പെട്ട ആൾക്കാർ. അതുകൊണ്ട് അവരുടെ ഒക്കെ ഒരു എന്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ റഷ്യൻ വുമണിനെ കല്യാണം കഴിച്ചു. മനസ്സിലായി? അതൊക്കെ വെച്ചാൽ ലോകത്തിന്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന്, പക്ഷെ എന്നിട്ട് എല്ലാം വർക്കൗട്ട് ചെയ്ത് ബാക്കിയെല്ലാം വർക്കൗട്ട്. അതാണ് പറ്റുമെങ്കിൽ നടക്കും. പക്ഷെ ഇതെന്തായാലും ഇതിപ്പോ ചെയ്ത് ഇപ്പൊ ഈ പറഞ്ഞില്ലേ, ഇപ്പൊ ചിലവര് പറയും എന്ത് ഇറ്റ് ഈസ് എൻ ഹാപ്പി. അപ്പൊ ലൈക്ക് ഇപ്പൊ ഏതൊരു ലവ് സ്റ്റോറി ലൈക്ക് ഇപ്പൊ നമ്മൾ ഏതൊരു ഇത് എടുത്തിട്ടുണ്ടെങ്കിലും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് ലൈക്ക് ഹാപ്പി എൻഡിങ് ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ എൻഡിങ് എന്നാ പറയുന്നത്. ലൈക്ക് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ടൈം ഫ്രെയിം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാം അവർ നല്ല ഹാപ്പി ആയിട്ട് പോണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. ഹാപ്പിലി എവർ ആഫ്റ്റർ അല്ല, അത് വേറൊന്നും കൊണ്ടല്ല, ലൈക്ക് ഡെത്ത് മതി, അത്രേ ഉള്ളൂ. നമ്മളിപ്പോ വേറെ ഒന്നും വേണ്ട. ഇപ്പൊ അവര് തേച്ചിട്ട് പോയി അല്ലെ ക്വിറ്റ് അങ്ങനെ ഒന്നല്ല നമ്മള് പറഞ്ഞു. അറ്റ് ദ എൻഡ് ഇവരെന്ത് ചെയ്താൽ മതി, ഒന്ന് ഇത് ചെയ്താൽ തന്നെ എന്ത് ചെയ്താല് ലൈക്ക് ഇപ്പോ ഇവര് ആരെങ്കിലും ഒരാളായാലും മരിച്ചാൽ തന്നെ പോയില്ലേ, ലൈക്ക് ആ ഒരു ലവ് സ്റ്റോറി കൊളായില്ലേ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും പുഷ് ചെയ്യണത് അങ്ങനെ ഒരു കേസ് ഇല്ല. ഫാന്റസി ആയി. അതെ, ആ സ്റ്റോറി there is no love story, there is no happy ever after, happily ever after. പിന്നെ എന്താ വെച്ചാ ജീവിച്ച് കാണിക്കണില്ലല്ലോ ഇത്. ലൈക്ക് അത് ഇപ്പൊ ഓക്കെ കെട്ട് വരെ കാണിക്കണ്ട്, എന്നിട്ട് ഇങ്ങനെ പോവല്ലേ. അപ്പൊ ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒന്നും കാണിക്കണമെന്നില്ല. അപ്പൊ എല്ലാവരും വിചാരിക്കും ഓ ഇതാണ് എന്റർപ്രണർഷിപ്പിന്റെ പറഞ്ഞ പോലെ. അതാണ് ഇപ്പൊ ഇലോൺ മസ്ക് തന്നെയാണ് ടെസ്ല ഒരു സമയത്ത് ബാങ്ക്രപ്റ്റ് ആവുമ്പോ രണ്ടും ലാസ്റ്റ് ആ റോക്കറ്റ് വിട്ട് 4ാമത്തെ റോക്കറ്റ് വിടുന്ന സമയത്ത് ഓൻക്കൊരു ഇതുണ്ടായിരുന്നു. ആ റോക്കറ്റ് വിട്ടിട്ട് അത് പൊട്ടിയാ ഓൻ ഫുള്ളി ബാങ്ക്രപ്റ്റ് ആണ്. ലൈക്ക് പിന്നെ എത്ര പൈസ പൊട്ടി, ആ 4ാമത്തെ അങ്ങോട്ട് ഹിറ്റായി. അപ്പൊ ഈ പറഞ്ഞ പോലെയാണ് എല്ലാം, ഈ പറഞ്ഞ പോലെയാണ് നമ്മളതിനെ വർക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കൽ തന്നെ വകുപ്പുള്ളൂ. അല്ലാണ്ട് ആ ഒരു ഗ്രിറ്റ് അല്ലേ, ഭയങ്കര ഗ്രിറ്റ്. അതായത് ഏത് സാധനത്തിലും ആ ഗ്രിറ്റ് എപ്പോഴും നല്ലതാ. നമ്മളത് റെഡിയാക്കി അതാ ഈ രണ്ട് സൈഡിന്ന് ആ ഒരു റെഡിയാക്കി എടുക്കൽ ചിന്ത മൈൻഡിൽ ഇല്ലാണ്ട് എളുപ്പമല്ല. ലൈക്ക് നമുക്ക് ഇത് റെഡിയാക്കണം അല്ലെ ഇത് ശരിയാക്കി എടുക്കണം, അല്ല ആ ഒരു ക്വിറ്റ് ചെയ്ത് ഗീവ് അപ്പ് ചെയ്ത് മതി എന്നുള്ളൊരു ചിന്തയാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഒരു മൈൻഡ് അങ്ങനെ കേട്ടാ, ലൈക്ക് അങ്ങനെയല്ല പൊതുവെ അങ്ങനെ അതാണ്. പക്ഷെ ഇപ്പത്തെ ഒരു ആ ക്വിറ്റിംഗ് കൾച്ചറാണ് മെയിൻ. എനിക്ക് തോന്നുന്നു നമ്മള് ഇതൊക്കെ ലൈക്ക് ഈ ഓണ്ടർപ്രണർഷിപ്പ് പോലെ ചിന്തിക്കണോണ്ടാന്ന് തോന്നുന്നുണ്ട്. ശരിയാ, കാരണം നമ്മൾ ഈ ഓണ്ടർപ്രണേഴ്സ് ആയോണ്ടാവും. ചിലപ്പോ അതല്ലാത്തവരാണെങ്കിൽ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ആലോചിച്ചോക്ക് അത് ലൈക്ക് അങ്ങനത്തെ ഒരു ചിലപ്പോ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാവും ചിലപ്പോ നമ്മൾ ഓണ്ടർപ്രണേഴ്സിലേക്ക് എത്തിണ്ടാവുക, പറയാൻ വയ്യ. ബട്ട് വാട്ട് എവർ, കാരണം ആ ഒരു ഇതുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് പറയില്ലേ. ബിക്കോസ് യു നെവർ ലൂസ് ഇഫ് യു ഡോണ്ട് ക്വിറ്റ് എന്നല്ല. അതെ, സത്യാണത്. ജീവിതത്തില് തോൽക്കണ്ടെന്ന് വിചാരിക്കണോണ്ട് നമുക്ക് ഒരിക്കലും നമ്മൾ തോൽക്കണില്ലല്ലോ. പിന്നും നമുക്ക് തോൽവി ഇഷ്ടമല്ല, അതാണ്. പക്ഷെ ഈ ആലോചിച്ചോടാ, ഇത് ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ? അങ്ങനെയല്ല, ഈ ഒരു ഇതേ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവരെ കണ്ടുപിടിക്കാനേ ലോകത്ത് എത്ര ആൾക്കാരുണ്ട്, ബില്യൺ. നമുക്കൊരു ആപ്പ് ഉണ്ടാക്കിയാലോ, നമുക്കായിട്ടൊരു ഡേറ്റിംഗ് സൈറ്റ് ഉണ്ടാക്കിയാലോ, വിളിച്ച സാധനം എളുപ്പല്ല പറയാ. ഒറ്റടിക്ക് എടാ പുളിക്കൂല ഈ ആലോചിച്ചോക്ക്. അല്ല ലൈക്ക് ഇപ്പൊ AI ഒക്കെ വന്ന് പറഞ്ഞു ഇപ്പൊ തന്നെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഇനിയിപ്പോ എന്താ പറയുക വിറ്റ് ഇത് നമ്മള് ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോ നമ്മള് ചെയ്ത് വിചാരിച്ചു, ഇപ്പൊ ചെയ്യാറില്ല, നമ്മൾ അതിനെ പറ്റി വെറുതെ പറഞ്ഞോളൂ. പക്ഷെ ഇത് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ആലോചിച്ചോക്ക്, നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കണം. ഇത് കണ്ടന്റ് ഇനിയിപ്പോ വീഡിയോ ഇത് കണ്ടന്റ് വിചാരിക്കുമ്പോമാര് ഇത് പറയാൻ വേണ്ടി ഉണ്ടാക്കിയതാ, അങ്ങനെ വരെ ചിന്തിക്കാണ്ട്. പക്ഷെ അതൊന്നും ചിന്തിക്കണ്ടല്ലോ, ഞാൻ പറയാം. അതൊക്കെ അവിടം വരെ എത്തിയാലേ എത്തിയാലാണേ അല്ല ഞാൻ പറയേ, അങ്ങനെ ഒരു സാഹചര്യം എത്തിയിട്ടുണ്ടെങ്കിൽ. നീ എന്താ ഉദ്ദേശം? ലൈക്ക് ഇല്ലടാ ഇപ്പൊ വെച്ചിട്ട് ഞാനിപ്പോ ആലോചിച്ചപ്പോ വെച്ചിട്ട് ലൈക്ക് ഉള്ള കാലഘട്ടത്തിൽ നടക്കണ, എന്നിട്ടും പഴയ ആ ഒരു ടിൻഡർ മറ്റേത് അതിനകത്ത് എന്താ കാര്യമുള്ള ഒരു കാര്യമില്ല. അല്ലല്ല അതിലിങ്ങനെ വെറുതെ ഈ ഒരു AI വെച്ചിട്ട് തന്നെ സത്യത്തിൽ എങ്ങനെ വേണമെന്നറിയോ? എന്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ AI വെച്ചിട്ട് തന്നെ, പക്ഷെ ഈ ലൈക്ക് ഫോട്ടോ ലുക്കിനെ ബേസ് ചെയ്തിട്ടാവരുത് നമ്മൾ എടുക്കല്. അത് ഒന്നാമത്തെ കാര്യം. നമ്മൾ വെറുതെ ഒരു ഫോട്ടോ നോക്കിയിട്ടാവരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ പണിയെടുക്കരുത്. പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും. കാരണം ഈ നല്ല കറക്റ്റ് കമ്പാറ്റബിൾ ആയിട്ടുള്ള ആളല്ലേ ഇത് AI തന്നെ കണ്ടുപിടിച്ചു കൊടുക്കണം.
അല്ല ഇപ്പൊ ഉണ്ട്. പക്ഷെ ഇപ്പൊ എങ്ങനെ കണ്ടുപിടിക്കണ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കും, അങ്ങനെ തന്നെയല്ലേ, നമ്മളിങ്ങനെ നോക്കും, കാണാൻ രസമുള്ളതാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടും, പിന്നെ ആ മറ്റാൾക്കും ഇഷ്ടപ്പെട്ട ഓക്കെ അവരെ ഡേറ്റ് പോകും. പക്ഷെ ഇഷ്ടപ്പെടല എങ്ങനെ കണ്ടിട്ട്, ഇതല്ലാണ്ട് പിന്നെ ഡേറ്റ് പോയി, പിന്നെ ഓളായിട്ട് ലൈക്ക് അങ്ങനെ കുറെ നടന്ന് അതിന് ശേഷം പിന്നെ ഇതായി മാറണത്. അതായത് ഇപ്പൊ ഞാൻ വമ്പൻ ഐഡിയാസിനൊക്കെ അല്ല അതായത് നിന്നെ എനിക്കറിയാം, അപ്പൊ എനിക്ക് വേറൊരു പെണ്ണിനെ അറിയാം. അപ്പൊ ഞാൻ പറയും എന്താ പറയാ, എനിക്ക് 2-3 പെൺപിള്ളേരെ അറിയാം, എടാ നിനക്ക് പറ്റിയ പെൺപിള്ളേരുണ്ട് എന്ന് പറയില്ലേ. അപ്പൊ ഞാന് നിനക്ക് വേണ്ടി കണ്ടുപിടിക്കാം, മനസ്സിലായി. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനില്ല അവിടെ, ഇതിന് പകരം ഒരു ഏജന്റ്. മനസ്സിലായി. ഇപ്പൊ ഫ്രണ്ട്സിനെ നമ്മള് സജസ്റ്റ് ചെയ്യുന്ന പോലെ ഇപ്പൊ ഞാൻ എന്നോട് പറയാ, ഞാൻ ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ്, എടാ ജോയിലെ എന്റെ അറിവിൽ ഏതെങ്കിലും നല്ല എനിക്കറിയുന്ന പെണ്ണുണ്ടാവും, അതിന്റെ സ്വഭാവം വെച്ചിട്ട് അറിയാം. അപ്പൊ ഇന്റെ സ്വഭാവം കറക്റ്റ് എനിക്കറിയാം. അപ്പൊ എന്റെ പകരം ഒരു എ അല്ലേ, ഓ അത് പൊളിക്കൂട്ടാ എന്ന് വെച്ചാൽ എന്റെ ഈ പറഞ്ഞ ഒരു എ ആണ് എക്സാമ്പിൾ പറയാം. അപ്പൊ ഈ പറയാം എന്നോട് ഞാൻ എന്നിട്ട് ഇതിനെ പറ്റിട്ട് മൊത്തം ഡാറ്റ തരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. എന്നിട്ട് ഈ എന്ത് ചെയ്യണം, എനിക്ക് പറഞ്ഞ എന്റെ അറിവിൽ കുറെ പെണ്ണുങ്ങളുണ്ട് ഒന്ന്. ഓ അപ്പൊ അത് സെറ്റ് ആവടാ. അപ്പൊ ഈ എന്നിട്ട് പറയാണ് ലൈക്ക് എന്റെ അറിവുള്ള പെണ്ണുങ്ങളോട് പെണ്ണുങ്ങളോട് പറയാണ് ലൈക്ക് ഈ സംസാരിക്കുക, ഈ ഇപ്പൊ സംസാരിക്കാണ് അല്ലേ, ഓക്കെ ഈ സംസാരിക്കാണ് ആ പെണ്ണിനോട് ഇങ്ങനെയാണ്. പക്ഷെ ആ പെണ്ണിനോട് സംസാരിക്കല് വെറുതെ അല്ല. അപ്പൊ ഇയാൾ 2 ആയി, ആ പെണ്ണിനൊരായി അനക്കൊരായി, അല്ലെങ്കിൽ എനിക്കൊരായി പെണ്ണിനുമായി, ഓക്കെ എന്നുവെച്ചാൽ പെണ്ണിന്റെ ഫ്രണ്ടും എന്റെ ഫ്രണ്ടും പോലെ. അപ്പൊ ഞാനും ആ പെണ്ണും കൂടി ഒരിക്കലും സംസാരിക്കണില്ല, എന്റെ എയും ആ പെണ്ണിന്റെ എയും കൂടി സംസാരിക്കുന്നു. അതുപോലെ ആലോചിക്ക, അതുപോലെ കൊറേ ആൾക്കാരുടെ AI, എന്നിട്ട് കുറെ ആൾക്കാരുടെ ആമ്പിള്ളേരെ AI, എന്നിട്ട് ഇവര് തമ്മിൽ സംസാരിച്ച് ഏതാണ് മാച്ച് ആവണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വന്ന് സജസ്റ്റ് ചെയ്യും, കണക്ട് ചെയ്തോ. ലോകത്ത് മൊത്തം ഈ സാധനമൊക്കെ ഉണ്ടാക്കിണ്ടേ, നമുക്ക് ഉണ്ടാക്കിയാലല്ലേ പൊളിക്കുട്ടാ സാധനം. പക്ഷെ സമയം വേണ്ട. അതായത് ഒരു പ്രാവശ്യം നിന്റെ ഇതും പറഞ്ഞു കൊടുക്കാൻ, നിനക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെ പറ്റിയുള്ള ഡാറ്റ മൊത്തം കൊടുക്കുക, ഏജന്റിനെ ട്രെയിൻ ചെയ്താലേ നല്ലൊരു ഏജന്റിക്കായിട്ടുള്ള ഏജന്റിക്കാണെങ്കിൽ പറ്റുള്ളൂ. ഓ ഭയങ്കര ഐഡിയ വന്നല്ലോടാ പുതിയ സാധനം. നീ പറഞ്ഞ പോലെ ഇപ്പൊ ടിൻഡർ ഹിറ്റ് ആവണതിന് കുറെ കാരണങ്ങളുണ്ടാവും. ഇപ്പൊ അപ്പൊ പെമ്പിള്ളേരെ ഫോട്ടോ അല്ലെങ്കിൽ അത് കണ്ടിട്ടായിരിക്കും. അപ്പൊ ഒന്നുമില്ലെങ്കിലും ഡീപ്പർ കണക്ഷന് വേണ്ട ആൾക്കാരെ കണ്ടുപിടിക്കണം. അതാണ് ഇതിലിപ്പോ ശരിയാട്ടാ, നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് കറക്റ്റാ. ലൈക്ക് ഇങ്ങനെ വെറുതെ ഡേറ്റും പോയി അങ്ങനത്തെ മൈൻഡ് അല്ല, ഡീപ്പർ കണക്ഷൻ ഉള്ള ആൾക്കാരെ ലൈക്ക് ഒരു സമയത്തിന്റെ പോട്ടെ, ലൈക്ക് അവർക്ക് ആ ഒരു ഇങ്ങനെ ഒരു ഡേറ്റ് കൾച്ചർ ഉണ്ടല്ലോ, അങ്ങനെ പോയി ഒരുത്തിന്റെ ഒപ്പം പോയി നോക്കി ഇത് അങ്ങനെ ഒരു താല്പര്യമില്ല. നമുക്കൊരു ഡീപ്പർ കണക്ഷൻ ഉള്ള ആളായിട്ട് ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചാറ്റൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ഫോട്ടോ കണ്ടിട്ടും ആവണമെന്നില്ല, ചിലപ്പോ എങ്ങനെയൊക്കെ ആയിട്ട് സംസാരിച്ച് ഇഷ്ടപ്പെട്ട് അങ്ങനെ അല്ല, നമ്മളൊക്കെ അങ്ങനെ ആയിട്ടുള്ളൂ ഇതുവരെ. അപ്പോ അങ്ങനെ അല്ലാണ്ട് ഡേറ്റ് പോയിട്ടുള്ള എനിക്ക് തോന്നുന്നു ടാഗ്സ് ഒക്കെയാണ്. ടാഗ്സ് ഇല്ലേ, ഇപ്പൊ ഇതിലായാലും നമ്മള് പറയില്ലേ എന്തൊക്കെയാണ് എന്റെ ഇൻട്രസ്റ്റ്, അഡ്വഞ്ചർ, ഹൈക്കിങ്, അത് അങ്ങനെയാണ് മാച്ചാണ് മിക്കത്. ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരനായാലും ഹിഞ്ച് അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇതുപോലെ ഹൈക്കിങ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് മാച്ചായത്, അങ്ങോട്ട് കിട്ടിയില്ല അവനക്ക്. അതും നല്ലൊരു എന്താ പറയാ, അത് നല്ല ഇതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഇപ്പോഴത്തെ കണ്ടീഷൻ അതുണ്ട്. പക്ഷെ അത് കണക്ഷനാണ് പറഞ്ഞ പോലെ. പക്ഷെ അതല്ലാണ്ട് ഇപ്പോ അങ്ങനെയല്ല. ഇപ്പൊ ഹൈക്കിങ് ഹൈക്കിങ് എന്നുള്ള ഒരു ഇത് മാത്രം പോരല്ലോ. ഹൈക്കിങ്ങിന് പോണ എല്ലാവരും വളരെ ചെറിയ അത് വളരെ ചെറുത് ഹൈക്കിങ്ങിന് പോണ ശരിയാണ്. അവർക്ക് എന്തെങ്കിലും സംതിങ് ഈസ് ഇൻ കോമൺ, അത് കറക്റ്റ് ആണ്. എന്തെങ്കിലും ഒരു കോമൺ ആയിട്ട് ഉണ്ട് എന്നുള്ളത് ഓക്കെ, ഒന്നും ഇല്ലാത്ത പോലല്ല. പക്ഷെ അതല്ലടാ, എന്തൊക്കെ ആലോചിച്ചു ഇത് പോകുമ്പോ സാധനട്ടാ വെറുതെ പറയില്ല. ഇത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും, നമ്മൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാം ഇത് ആരെങ്കിലും ചെയ്തിക്കണോന്നുള്ളത്. നൈസായിട്ട് എന്താ ഗൂഗിൾ എല്ലാടാ ഇതാരും ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോ ചെയ്ത് തുടങ്ങിണ്ടാവും. കാരണം എന്തായാലും ഇറങ്ങിയിട്ടില്ല അല്ലെ, കാരണം ഇറങ്ങിണ്ടാവും ചാൻസ് ഇല്ല. എന്തായാലും പറഞ്ഞ സംഭവം പതിയെ വന്നുള്ളൂ, മനസ്സിലായോ, വന്നുള്ളൂ. ഇപ്പൊ ഡീപ് സീക്കിന്റെ R1 ഒക്കെ ഇട്ടിട്ട് അങ്ങ് പെട്ടച്ചണ്ടല്ലോ സാധനം പൊളിക്കൂട്ടാ. 2 ഏജന്റ് സംസാരിക്കല്ലേ, അതാ മൾട്ടി ഏജന്റ് സംസാരിക്കണം, എന്നിട്ട് നല്ലൊരു സാധനം ഇട്ടിട്ട് കൊടുക്കണേ അല്ലേ, അവർക്ക് ഇത് എടുത്തു കൊടുക്കണേ. എന്നിട്ട് സമ്മറി പോലെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ലൈക്ക് അവര് തമ്മിലുള്ള സംസാരവും അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 2 പേർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാച്ചായി. എന്നിട്ട് 2 പേർക്ക് ഇഷ്ടപ്പെട്ടു, രണ്ട് പേർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞ പോലെ. ഇപ്പൊ ഇന്റെ കൂട്ടുകാരനക്ക് ഇപ്പൊ എന്റെ കൂട്ടുകാരൻ എനിക്ക് ഇന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അപ്പൊ വേറൊരു പെണ്ണിന്റെ ഫ്രണ്ട്, ആ പെണ്ണിന്റെ ഫ്രണ്ട് യു ഫ്രണ്ട് ആയ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ആ പെണ്ണിന്റെ പേരില് നൈസ് ഒരു പേരാണല്ലോ അല്ലേ അത്. പക്ഷെ നമുക്ക് മലയാള പേര് മതിയാണ്.
മലയാള പേര് നമ്മള് ശരിയാ മലയാളത്തിൽ പിടിക്കാം. ശരി മലയാളത്തിൽ പിടിക്കാം. പേരൊക്കെ ഇടയിൽ തുടങ്ങി ഇവിടെ എന്താ സംസാരം സത്യത്തിൽ നമ്മൾ അതല്ലല്ലോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. സമ്മറൈസ് ചെയ്യലും പിന്നെ പാട്ടൊക്കെ പാടി പാട്ടിന്റെ മീനിങ് ഒക്കെ നോക്കി കുറച്ച് ഷോർട്ടാന്നൊക്കെ വിചാരിച്ച. പക്ഷെ ഇപ്പെന്താ വെച്ചാൽ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഭയങ്കര എൻഗേജ്. അത് അടിപൊളി ഔട്ടാ. കാരണം ഇതൊക്കെ എന്തായാലും പിന്നെ എന്തിനാ നമ്മളൊക്കെ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ എവിടെ എത്തി നമ്മള് വർത്താനം പറഞ്ഞ വരെ എവിടെ എത്തി ആലോചിച്ച് നോക്ക്. റിലേഷൻഷിപ്പ് പറഞ്ഞ് ഡീപ്പർ കണക്ഷൻ പറഞ്ഞ് വേണ്ടാന്നായി. കൊള്ളാം, സംഭവം ചെയ്ത സെറ്റ് ആവട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ നമ്മളിത് ചെയ്യുന്ന ഒരു വീഡിയോ ഇറക്കിയൊന്ന് ആലോചിച്ചോ, പൊളിക്കും. സാധനം ഇരുന്ന് ചെയ്യുന്ന ഒരു വീഡിയോ അടുത്ത് പൊളിക്കൂലേ. ചെയ്യുകയൊക്കെ ചെയ്യാം. എന്താ ചെയ്യാൻ പറ്റുക? 2 ദിവസം 3 ദിവസം ഇരുന്നങ്ങോട്ട് ഒരു വെയിറ്റ് ലിസ്റ്റ് എന്തെങ്കിലും സാധനം വെച്ചിട്ട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളവർക്ക് വന്നോട്ടെ, അല്ലെങ്കിൽ ഡയറക്റ്റ് സൈൻ അങ്ങനത്തെ. ശരിയല്ലേ, നമുക്ക് വെറുതെ ഒരു ആപ്പ് ഇട്ടിട്ട് വെറുതെ ഒരു പേജ് ഉണ്ടാക്കിയിട്ട് ആപ്പ് ഉണ്ടാക്കിയിടുന്ന ആപ്പ് വേണ്ട, നമുക്കൊരു ചെറുതൊരു ലാൻഡിംഗ് പേജ് ഉണ്ടാക്കിയിട്ട് ആർക്കൊക്കെ ഇത് കിട്ടണമെന്ന് താല്പര്യമുള്ളവര്, നമ്മുടെ ഇത് കണ്ടിട്ട് ആർക്കൊക്കെ താല്പര്യമുള്ളവരൊന്ന് ജസ്റ്റ് കേറിയിട്ട് ഒന്ന് മെയിൽ ചെയ്ത് ഇടുന്ന് പറഞ്ഞു വിട്ടാലോ, ഒരു സാധനം ഇട്ട് കൊടുത്താലോ. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു ഇതുപോലെ റീല് പോലെ എന്തെങ്കിലും ആ റീൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മള് പറഞ്ഞ സെറ്റായി. നമുക്ക് ഇത് മൊത്തം പറഞ്ഞപ്പോ എന്തൊക്കെയാ പറഞ്ഞതെന്ന് സമ്മറൈസ് ചെയ്യണം. നമ്മൾ തന്നെ ഒന്ന് സമ്മറൈസ് ചെയ്യണം. എന്നിട്ട് സമ്മറൈസ് ചെയ്ത് പോലെ കുറെ പറഞ്ഞല്ലോ എന്തൊക്കെയുള്ള ഇപ്പൊ പറഞ്ഞ ആ മൊത്തമുള്ള ഡേറ്റിംഗ് സൈറ്റിന്റെ മൊത്തം ഒന്ന് പറഞ്ഞു. വെബ് ആപ്പ് ആയിട്ട് കൊടുക്കാലോ. വെബ് ആപ്പിന് വെബ് ആപ്പ് ആക്കി മതി, നമുക്ക് കറക്റ്റ് ഒന്ന് വെബ് ആപ്പ് ആക്കി സെറ്റ് ചെയ്യാവുന്ന. അകത്തോണ്ട് കണ്ടേക്കുന്നുണ്ട് നമ്മളെക്കാളും ചെറിയ ടീം സിമ്പിൾ ആയിട്ട് ബിൽഡ് ചെയ്യണം. എടാ ഇത് നമ്മള് പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ രണ്ടാളിരുന്ന് ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യും. നമ്മളിരുന്ന ഒരു വീക്കെൻഡിൽ ഇരുന്നാണ് പെടക്കുക. അതന്നെ ഒരു വീക്കെൻഡ് 2 ദിവസം അങ്ങോട്ട് യൂസ്ഫുൾ ആണെന്നാണ്. പക്ഷെ നമ്മൾ ആലോചിക്കുമ്പോ യൂസ്ഫുൾ ആയി. ഇതൊന്ന് ചോദിച്ചോക്കെ നിങ്ങൾക്ക് എന്താ താല്പര്യം, നിങ്ങൾക്ക് ഇതിൽ എന്താ പറയാനുള്ളത് നോക്കി നോക്കി.